ഹായ് ലിവിത, സുഖാണോ? ഗുഡ്. സുഖായിപ്പോണു. എവിടെയാണ് സ്ഥലമൊക്കെ? അവിടെ എവിടെയാണ്? സുഖല്ലേ? എന്റെ സുഖം. വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വടക്കാഞ്ചേരി എന്ന് പറയും. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞങ്ങളുടെ ജോയിന്റ് ഫാമിലിയാണ്. ഹസ്ബൻഡ്, ഉണ്ണി, പിന്നെ ഹസ്ബൻഡിന്റെ ചേട്ടനും ഫാമിലിയും, അമ്മ ഉണ്ട്. ജോയിന്റ് ഫാമിലിയാണ്. ഓക്കെ, ഗുഡ്. അപ്പോ ലിവിത അബോധയിൽ ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തമൊക്കെ? കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ലതായിരുന്നു. എനിക്ക് ഉണ്ണിയായ സമയത്ത് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്തു. അപ്പൊ റെക്കോർഡ് ക്ലാസ് ആയാലും അവൈലബിൾ ടൈം അനുസരിച്ച് കാണാൻ പറ്റിയിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന് നല്ല മുന്നേ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പഠിച്ചിട്ടുണ്ടായിരുന്നു? ഏതാണ്? ഇതിന് മുന്നേ പഠിച്ചത് എന്തായിരുന്നു? ഞാൻ ബിടെക് കംപ്ലീറ്റഡ് ആണ്. അത് ബിടെക്. കഴിഞ്ഞ് പിന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയപ്പോ ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ ഒരു കരിയർ റീസ്റ്റാർട്ടിംഗ് പോലെ വീണ്ടും ഒരു കോഴ്സ് സെലക്ട് ചെയ്തതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഓക്കെ. എങ്ങനെയാണ് നമ്മുടെ അബോധയെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്? ഞാൻ മുന്നും കേട്ടിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന ടൈമിലൊക്കെ ആയാലും അങ്ങനെ അവോധ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നോക്കുന്നൊക്കെ പറയാം. പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. കോഴ്സ് ഫീ ഒക്കെ വളരെ കുറവായിരുന്നു. അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓൺലൈൻ കോഴ്സ് ഏതെങ്കിലും ചെയ്യാന്ന് സെർച്ച് ചെയ്തപ്പോ ഇങ്ങനെ കണ്ടു. പിന്നെ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അവോധയുടെ റെപ്രസെന്റേറ്റീവ് സെയിൽസ് അങ്ങനെയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞങ്ങനെ അറിഞ്ഞു. അപ്പൊ പിന്നെ അതിൽ തന്നെ ജോയിൻ ചെയ്തു അങ്ങനെ. പിന്നെ ഞാനൊരു എൻക്വയറി ഇട്ടു, ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് എൻക്വയറി ഇട്ടു. അപ്പൊ ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ കറന്റ് വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണ്? ആപ്ടെക്, ആപ്ടെക് അല്ലേ? എങ്ങനെയുണ്ട് കമ്പനി? APT. ഓക്കെ, കമ്പനി ലൈഫ് ഒക്കെ എങ്ങനെ അതിപ്പോ പോകും? ഞാൻ ജസ്റ്റ് ഇത് ഞാൻ ഫാക്കൽറ്റി ആയിട്ടാണ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ടാണ് കയറിയിരിക്കുന്നത്. ഇതിപ്പോ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ഇപ്പോ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. ലിവിത പഠിക്കുമ്പോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? കുറെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് എങ്ങനെ? പ്ലാറ്റ്ഫോമിലേക്ക് ചെയ്ത് നോക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം കാരണം ഓക്കെ. ഇടയ്ക്ക് ഞാൻ അവരുടെ ഓൺലൈൻ ആയിട്ടുള്ള ഇതുണ്ടല്ലോ 7 to 9 ലൈവ് സെഷൻസ് ഉണ്ടല്ലോ, അതിൽ കയറാറുണ്ട്. അല്ലാതെ ഓക്കെ, ഓക്കെ. ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ് പഠിക്കുന്ന സമയത്ത്? ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് വട്ടമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ലൈവ് സെഷനിൽ കയറിയിട്ട് സോൾവ് ചെയ്തു. സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ അവരത് ശരിയാക്കി തരും. ചിലപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് സ്ക്രീൻ കിട്ടാനായിട്ട് എവിടെ ചെയ്യണ്ടേന്നൊക്കെ അറിയാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ ലൈവ് സെഷനിൽ കയറി. എങ്ങനെ ഉണ്ടായിരുന്നു ലൈവ് സെഷൻസ്? കോർഡിനേറ്റേഴ്സിന്റെ പ്രതികരണം നിങ്ങളൊക്കെ? നല്ലതായിരുന്നു. പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് വരുന്നു കിട്ടിയിട്ടുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. Okay. ഈ ഒരു 2800 എന്നുള്ളൊരു പ്രൈസ് കേട്ടപ്പോൾ ആദ്യം എന്താണ് ലിഖിതയ്ക്ക് തോന്നിയത്? ആദ്യം ഇതൊരു ഫേക്ക് ആണെന്നൊക്കെ തോന്നിയായിരുന്നു? വിശ്വസിച്ചായിരുന്നു ആദ്യമൊക്കെ? ഇല്ല, ഞാൻ അവോധനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവോധനെ കുറിച്ച് യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്തു. ഇപ്പൊ കുറെ പേര് ഫീഡ്ബാക്ക് ഇട്ടതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഓക്കെ, അവോധനെ കുറിച്ച് നന്നായി നോക്കിയിട്ട് തന്നെ ജോയിൻ ചെയ്തത്. ഓക്കെ, ഓക്കെ. നമ്മുടെ ജാബ് സെക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജാബ് സെഷൻ നല്ലതായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ കുറെ കാര്യങ്ങൾ ജാബ് സെഷനിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അന്നൊക്കെ ഇന്റർവ്യൂ അപ്പൊ കുറച്ചും കൂടി പഠിച്ചപ്പോ കുറെ ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാബിൽ ചോദിച്ചപ്പോ പെൺകുട്ടി പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ജാബിൽ വന്നത് കുറെ പേര് ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോ പറഞ്ഞ പോലെ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരും, എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗത്ത് നിന്ന്. ചിലപ്പോ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതായിരിക്കില്ല അവർ ചോദിക്കുക, വേറെ ആയിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ആയാലും ജാബിൽ വെറുതെ കയറാറ്. ഞാൻ 2-3 എണ്ണം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചിലപ്പോ വെറുതെ ആയിട്ടും കയറാറുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ. മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? മൂക്കിന്റെ ഒരു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല. ജാപ്പിൽ ആ രാത്രി 10 മണി തൊട്ടുള്ളത് അതാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ കോർഡിനേറ്റേഴ്സ് ഒക്കെ മോക്കിന്റെ ഒരു ഇതിൽ തന്നെ വരുമ്പോഴാണോ ആ ഒരു രാത്രിത്തെ ഒരു 10 മണി തൊട്ടുള്ള സെക്ഷൻ 9 മണി 10 മണി തൊട്ട് അതാണ് അറ്റൻഡ് അത് ചെയ്തത്. അത് നമ്മുടെ വേർണാക്കുലർ സെഷൻ എന്ന് പറഞ്ഞ ഒരു സെഷനാണ്. നമ്മുടെ മദർ ടങ്ങിൽ നമ്മൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് നമ്മൾ പോകുന്നത്. നോർമൽ ആയിട്ട് ഉണ്ടാവുന്നത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ല. ചിലപ്പോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാകും, പറയാൻ പറ്റില്ല ചിലപ്പോ. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു ക്ലാസ് ഒക്കെ? നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയാണ് ക്ലാസ്സുകളുടെ? കുഴപ്പമില്ല. ടൂൾസുകളൊക്കെ ഒരു ഇതെല്ലാം കവർ ചെയ്യണ കാരണം ടൂൾസുകളൊക്കെ ആയിട്ട് നമുക്ക് ഫെമിലിയർ ആവാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മളെല്ലാം പെയ്ഡ് ആയിട്ട് നമുക്കിപ്പോ ഒരു ഗൂഗിൾ ആഡ്സ് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മൾ തന്നെ കൈ നിർത്തി പൈസ എടുത്ത് ചെയ്യണം. അതുകൊണ്ട് ചെയ്ത് നോക്കാത്ത ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഗൂഗിൾ അതിൽ ടൂൾസുകളൊക്കെ ശരിക്കും വീഡിയോ ആയിട്ട് കാണിച്ചു തന്നാൽ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും.
എടുക്കാൻ പറ്റി. ലിവിത, ഒരാള് ലിവിതയോട് ചോദിക്കുന്നു, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, അപ്പൊ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ലിവിത എന്താണ് അവരോട് പറയാ? ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും. ബോധത്തിൽ തന്നെ ചെയ്യാം അല്ലെ? ഇനി അവസാനമായിട്ട് ലിവിതയോട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ ഓൾറെഡി അവോധയിൽ നിറയെ സ്റ്റുഡൻസ് ഉണ്ട്, ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിറയെ പേരുണ്ട്. അപ്പൊ അവരോട് ലിവിതയുടെ ഭാഗത്ത് നിന്ന് എന്താണ് പറയാനുള്ളത്? അതായത് ഇനി ജോയിൻ ചെയ്യാൻ പോണ കുട്ടികളോടാ, അത് ഓൾറെഡി ചെയ്യുന്നവരോടാ? ഓൾറെഡി ചെയ്യുന്ന സ്റ്റുഡൻസും ഓൾറെഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോടും ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിൽ ലിവിതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് എന്തുകൊണ്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അത് അവോധനെ കുറിച്ചാണോ ചോദിച്ചത്, അത് കോഴ്സിനെ കുറിച്ചാണോ? മൊത്തത്തിൽ കോഴ്സുകളായാലും അവോധയായാലും കുറിച്ച് പറഞ്ഞാൽ മതി, ഏതും പറഞ്ഞാൽ മതി, മൊത്തത്തിലായിട്ട് പറഞ്ഞാൽ മതി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഇന്നും ഇനി എന്തായാലും ഡിജിറ്റൽ ഏജ് ആണ് വരുന്നത്. അപ്പൊ എന്തായാലും വളരെ സ്കോപ്പുള്ള ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ഇനി ഇതിന്റെ സ്കോപ്പ് കൂടുള്ളൂ, കുറയില്ല. അപ്പൊ വളരെ നല്ലൊരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നെ ഞാൻ കോഴ്സ് ചെയ്തത് അവോധ ത്രൂ ആണ്. അവിടെ നിന്നാണ് എനിക്ക് എല്ലാ ടൂളുകളും, അനലറ്റിക്സ് ടൂൾസ് ആയാലും ടൂളുകളായാലും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ആയാലും അതിലൊരു ടൂൾസ് ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ നമുക്ക് ടൂൾസിനെ കുറിച്ചൊക്കെ അവയർനെസ് ആവാൻ പറ്റി. തിയറിനേക്കാളും കൂടുതൽ ഇവിടെ വേണ്ടത് നമുക്ക് ഡിജിറ്റൽ പ്രാക്ടിക്കൽ അവയർനെസ് ആണ് വേണ്ടത്. അതൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ടേം ഞാൻ ചൂസ് ചെയ്തതും എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. ബിടെക്കിൽ ഇലക്ട്രോണിക്സ് വിട്ടിട്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് തിരിഞ്ഞത്. അത് തെറ്റിപ്പോയില്ല എന്ന് തോന്നുന്നു ഇപ്പൊ. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് എടുത്തത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് പറഞ്ഞ പോലെ ഇനി വരുന്ന ഏജ് എന്തായാലും ഡിജിറ്റൽ യുഗമാണ് ഇനി വരുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് പുറത്ത് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനേ പറ്റിയിരുന്നുള്ളൂ. ഉണ്ണിയുള്ള കാരണം എനിക്ക് 6 months ഒക്കെ അതിന്റെ ആയിരുന്നുള്ളൂ. 6 months 1 year ഒക്കെ ആവുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, അതിനെ നോക്കിയിരുന്നു ഗൂഗിളിൽ കുറെ കോഴ്സുകളെ കുറിച്ചൊക്കെ നോക്കിയിരുന്നു. ആദ്യം ഞാൻ ഫ്ലട്ടറിനാണ് ജോയിൻ ചെയ്യാൻ നിന്നത്. പിന്നെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കോഴ്സാണിത്. അപ്പൊ പിന്നെ അതിലേക്ക് സ്വിച്ച് ചെയ്തു. അതിപ്പോ ഞാൻ എൻജോയ് ചെയ്ത് പഠിക്കുന്ന ജോബ് നോക്കണം. ഇത് ഫാക്കൽറ്റി കഴിഞ്ഞിട്ട് പിന്നെ ജോബ് ഒന്നുകൂടി നോക്കും. അപ്പൊ മൊത്തത്തിൽ ഹാപ്പി ആണോ? ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിപ്പോ ജോലി ചെയ്യുമ്പോ മൊത്തത്തിൽ ലൈഫൊക്കെ എൻജോയ് ആയിട്ട് പോകുന്നുണ്ടോ? സന്തോഷാണോ ലൈഫിൽ? ഹാപ്പിയാണ്, ഹാപ്പിയാണ്, ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു ലിവിത, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.